പിന്നെ ആത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ജഡിക മനുഷ്യരുടെ സ്ഥാനത്ത് നിന്ന് ആത്മീയ മനുഷ്യരായിട്ട് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയാതെ പറ്റത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു 10 എണ്ണം പള്ളിയിലുണ്ടെങ്കിലുണ്ടല്ലോ, പള്ളിയുടെ അന്തരീക്ഷം മാറും. അവൻ പിന്നെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പേര് വഴക്കുണ്ടാക്കാനൊന്നും പോകത്തില്ല. കാരണം അവൻ ആത്മാവ് നിറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ, വലിയ നിധി അപ്പുറത്ത് കിടക്കുകയാണ്. അന്നേരമാണ് അവൻ പൊന്നമ്മ അപവാദം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിൻ്റെ പുറകെ പോകും. ഭയങ്കര നിധി കുംഭം അവിടെ കിടക്കുകയാണ്, അവിടെ നിലവറ തുറക്കാതെ കിടക്കുകയാണ്. അന്നേരമാണ് അവൻ അച്ചാമ്മയുടെ അപവാദം കേൾക്കാൻ പോവോ? അച്ചാമ്മേ പോകത്തില്ല. മനസ്സിലായോ? പട്ടി പോലും കുറച്ചു തുടങ്ങി. അപ്പം വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നത്. അന്നേരമാണ് ആവശ്യമില്ലാത്തതിൻ്റെ പേരിൽ അടിയുണ്ടാക്കാൻ നടക്കുന്നത്. ഇവിടെ ഭയങ്കര കാര്യങ്ങൾ കിടക്കുകയാണ്. അതിൻ്റെ പുറകെ പോകാൻ നമുക്ക് നേരമില്ല. നമുക്ക് മനസ്സിലാവുന്നോ? കാരണം നമുക്ക് പരിശുദ്ധ കർത്താവ്, എൻ്റെ ഈശോ, എൻ്റെ ദൈവം, അതായത് ഒരു 10 മിനിറ്റ് കിട്ടിയാൽ അവന് ദൈവത്തെക്കുറിച്ച് അറിയണം. 24 മണിക്കൂർ തികയുമോ നമുക്ക്? പറ, തികയുമോ? ഇല്ല. ഒരു ജന്മം പോരാല്ലോ. ഈ ശാന്തനച്ചൊക്കെ ഞാൻ കോളേജിലുള്ള സമയത്ത് ഞാൻ പറയും, അച്ഛാ ഞാൻ പോവുകയാണ് സുവിശേഷം പ്രസംഗിക്കാൻ. അപ്പോൾ അച്ഛൻ എന്നോട് പറയും, മോനെ നീ പോകൂടാ, നേരത്തെ പോകാൻ നല്ലത്, പെട്ടെന്ന് പോകും. ഞാൻ ഈ അച്ഛനോട് ഇപ്പോൾ പറയായിരുന്നു, ഇതൊക്കെ ഒരു 15 കൊല്ലം മുമ്പേ എന്നോട് പറയണ്ടായിരുന്നോ? നേരത്തെ കാലത്തെ പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വായിക്കായിരുന്നു, കുറച്ചുകൂടെ പഠിക്കായിരുന്നു. വെറുതെ കൊണ്ട് ആയുസ് പാഴാക്കി കളഞ്ഞു. ഇപ്പോൾ പ്രായമാവുകയും ചെയ്തു, വയസ്സ് 28ആയി. അയ്യോ,